ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാ ആൾക്കാർക്കും അവർ പെട്ടുപോയ സ്റ്റോക്കിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക തലൂരാൻ കിട്ടിയ വലിയൊരു ചാൻസായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശരിക്കും ഇനിയെങ്കിലും അങ്ങനെ പെട്ടുപോയ സ്റ്റോക്കിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാർ തീർച്ചയായും ഫണ്ട് അനാലിസിസ് നോക്കി മാത്രമേ സ്റ്റോക്ക് മേടിക്കാവുള്ളൂ. സ്ട്രോങ് ഫണ്ട് അനാലിസിസ്, ടോപ്പ് നോട്ട് സ്റ്റോക്ക്, സ്ട്രോങ് സ്ട്രക്ചർ നിൽക്കുന്ന സ്റ്റോക്ക് മാത്രമേ നിങ്ങൾ മേടിക്കാവുള്ളൂ. ശരിക്കും അതും കഴിവതും വീക്ക്ലി ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് എടുത്ത് വരുന്ന ലെവലിലാണ് കൂടുതലും സേഫ് ബൈ നടക്കുന്നത്. പല കേസിലും ഡെയിലി പോലും മാർക്കറ്റ് താഴെ വരുമ്പോൾ സപ്പോർട്ട് നിൽക്കാറില്ലെന്നുള്ളതാണ് സത്യം. ശരിക്കും വീക്കിലിയാണ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ട്. ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഏപ്രിൽ മെയ് ജൂൺ ആയിട്ട് ശരിക്കും ഒരു 1 വീക്ക് ട്രേഡ്സൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ലോങ് ടൈം ട്രേഡ്സൊന്നും എനിക്ക് ശരിക്കും എന്താ പറയുക ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല സോ ഫാർ. എല്ലാം 3 to 5 days ട്രേഡ്, 5 days ട്രേഡ്, 7 days ട്രേഡ്, കൊച്ചു ലാഭങ്ങളെടുത്ത് നമ്മൾ എന്താ പറയേണ്ടത് വളരെ എന്താ പറയേണ്ടത് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസുകളാണ്, കൊച്ചു ലാഭങ്ങളുമാണ്. ശരിക്കും കഴിവതും കൊച്ചു ട്രേഡ്സിലാണ് ഫോക്കസ്ഡ് കഴിഞ്ഞ 2 മാസമായിട്ട് ശരിക്കും. സോ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയണ്ടേ ഈ 3 സ്റ്റോക്കുകൾ, അതിൻ്റെ അകത്ത് ഒരു സ്റ്റോക്ക് എന്താ പറയണ്ടേ ഒരു സ്മോൾ ക്യാപ്പിൽ നിന്നും ശരിക്കും ഒരു മിഡ് ക്യാപ്പിലേക്ക് ഒരു മാറ്റത്തിലേക്ക് ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് ശരിക്കും ഒരു സ്റ്റോക്ക്. കാര്യം എന്ന് വെച്ചാൽ പ്രൈസ് നല്ലവണ്ണം എസ്കലേറ്റ് ചെയ്തു. അത് നാച്ചുറലി മാർക്കറ്റ് ക്യാപ്പിൽ വ്യത്യാസം വന്നു ശരിക്കും. ബാക്കി 2 സ്റ്റോക്കുകൾ ശരിക്കും സ്മോൾ ക്യാപ്പ് തന്നെയാണ് ശരിക്കും. അപ്പോൾ ഈ സ്റ്റോക്കുകൾ എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ടുള്ള ഇവരുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മൾട്ടിബാഗർ ആകുമെന്നുള്ള എൻ്റെയും ചോദ്യമാണ്. ഒരുപക്ഷെ നമുക്ക് കാത്തിരുന്ന് അടുത്ത 3 കൊല്ലം, അടുത്ത 5 കൊല്ലം കാത്തിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോക്കുകളൊക്കെ ഏത് ലെവലിലേക്ക് പോകുന്നു എന്നുള്ളത്. നമുക്കാർക്കും മുൻവിധികളില്ല, ഏത് ലെവലിൽ പോകുന്നതിനെ കുറിച്ച് നമുക്കാർക്കും മുൻവിധികളില്ല ശരിക്കും. അതുകൊണ്ട് തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ റെക്കമെൻഡേഷൻ എടുക്കാൻ പാടില്ല. ഇതൊക്കെ നിങ്ങളുടെ ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ശരിക്കും. സോ ഇങ്ങനെ കുറേ ലേണിംഗ് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു എക്സ്പെർട്ടൈസ്ഡ് ആയിട്ട് നമ്മൾ മാറുന്നത് ശരിക്കും. സോ നമുക്ക് സ്റ്റോക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീണ്ടും എടുത്തു പറയുന്നു, വളരെ കെയർഫുൾ ആകണം. കാരണം നിഫ്റ്റി ഓൾറെഡി എന്താ പറയേണ്ടത്, നിഫ്റ്റി ഹിസ്റ്റോറിക് പിയെക്കാട്ടിലും ഓൾറെഡി 10-15% സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞു ശരിക്കും. നിങ്ങൾ RSI ഡൈവർജൻസ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് RSI ഡൈവർജൻസ് നിങ്ങളൊന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുക ശരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്കിൽ പൊസിഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൈവർജൻസ് ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ശരിക്കും. എല്ലാ RSI ഡൈവർജൻസും കറക്റ്റ് റിസൾട്ടിലേക്ക് പോകണമെന്നില്ല. RSI ഡൈവർജൻസിൻ്റെ നോർമൽ സക്സസ് റേറ്റ് 6 to 64% ആണ് ശരിക്കും. അത് എന്തെങ്കിലും ഡൈവർജൻസ് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ലോവർ ടൈം ഫ്രെയിം പോയിട്ട് ആ ഏരിയ നിയർ മാർക്ക് ചെയ്തിട്ട് അവിടെ സ്വിംഗ് ലോ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റോക്കിൽ നിന്ന് എയറിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കും ശരിക്കും. അതിനെക്കുറിച്ചൊരു വീഡിയോ തീർച്ചയായും ഞാൻ ഒരു ലേണിംഗ് വീഡിയോ ആണ്, തീർച്ചയായും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ശരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ടെലിഗ്രാമിൻ്റെ പേര് ബെഞ്ച്മാർക്സ് എന്നാണ്. നമ്മൾ അത് ബൈസൽ റെക്കമെൻഡേഷൻ കൊടുത്തൊരു ഒരു ചാനലേ അല്ല ശരിക്കും. അത് ബേസിക്കലി നമ്മൾ ലേണിംഗ് ഇൻപുട്സിനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. ലേണിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് സ്വാഗതം. ഞാൻ മുഖവരെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഒരു ലേണിംഗ് ഇൻപുട്ടിനുള്ള വീഡിയോ ആണ്. കൂടുതൽ കമ്പനികളെ മനസ്സിലാക്കുക, കൂടുതൽ കമ്പനികളുടെ എൻവയറമെൻറ്റ് മനസ്സിലാക്കുക, കമ്പനികൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്പനികൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പെർഫോം ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇവിടെ ഇവാലുവേഷൻ ചെയ്തിരിക്കുന്നത് മുഖവരെ പറഞ്ഞ പോലെ തന്നെ 3 പാരാമീറ്റേഴ്സിലാണ്. ഒന്ന് കൺസിസ്റ്റൻസി ഇൻ സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ്, കഴിഞ്ഞ 5 കൊല്ലത്തെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 എക്സലന്റ് വാല്യുവേഷൻ. എക്സലന്റ് വാല്യുവേഷൻ എന്ന് പറയുമ്പം ഇപ്പം മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ചഡ് ആണ്, വാല്യുവേഷനൊക്കെ കയറി കിടക്കുന്ന ഒരു സമയമാണ് ശരിക്കും. അതുകൊണ്ട് എക്സലന്റ് എന്നുള്ള വാക്കിന് ഒരു പരിധിവരെയുള്ള മീനിങ് കൊടുത്താൽ മതി ശരിക്കും. നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷൻ വേഴ്സസ് ഇൻഡസ്ട്രി വാല്യുവേഷൻ ആണ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. കമ്പാരിസൺ ഓഫ് ലേറ്റസ്റ്റ് കോമ്പൗണ്ട് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത്. ഫസ്റ്റ് കമ്പനി കൺട്രോൾ പ്രിന്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഫസ്റ്റ് കമ്പനി ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിടക്കുന്ന കമ്പനിയാണ്. ഇന്ത്യ മാത്രമല്ല ശ്രീലങ്കയിലും ഉണ്ട് ഈ കമ്പനി. ഏകദേശം 300 സെയിൽസ് സ്റ്റാഫുള്ള കമ്പനിയാണ് ശരിക്കും. അവർ ധാരാളം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിന്റേഴ്സ് ആണ് അവർ മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ശരിക്കും. 17,000-ഓളം പ്രിന്റർ അവർ അക്രോസ് ഇന്ത്യ, ശ്രീലങ്ക ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബിസിനസ് പ്രിന്റേഴ്സ് ആണ് ശരിക്കും. ബേസിക്കലി 30 years എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. 300 ഫീൽഡ് സ്റ്റാഫ് ഉണ്ട് ശരിക്കും. മാർക്കറ്റ് ഷെയർ 18.5% മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ്. 1600 സിറ്റീസ് അവർ പ്രസന്റ് ആണ് ശരിക്കും. ക്രിസിൽ A2 റേറ്റിംഗ് ആണ് ഷോർട്ട് ടൈം അവരുടെ ഡെപ്റ്റിനുള്ളത്. ക്രിസിൽ A പോസിറ്റീവ് ആണ് അവരുടെ ലോങ് ടൈം
ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളത് ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൊച്ചു കമ്പനിയാണ്, പക്ഷെ വളരെ സ്ട്രോങ് ഫണ്ടായിട്ടുള്ള കമ്പനിയാണ്. സോ അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കൂ നിങ്ങൾ. കണ്ടിന്യൂസ് ഇഞ്ചറ്റ് പ്രിന്റർ ഉണ്ട്, ഹൈ റെസൊല്യൂഷൻ പ്രിന്റർ ഉണ്ട്, തെർമൽ പ്രിന്റർ ഉണ്ട്, ഹോട്ട് റോൾ കോഡ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രിന്റേഴ്സ് ആൻഡ് ബേസിക്കലി ഇൻഡസ്ട്രി യൂസിനുള്ളത്, ബിസിനസ് യൂസിനുള്ള പ്രിന്റേഴ്സ് ആണ് അവർ കൂടുതലും ചെയ്യുന്നത് ശരിക്കും. അതെല്ലാം അവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും കാറ്റർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശരിക്കും. അഗ്രോ കെമിക്കൽസ് ഉണ്ട്, ഓട്ടോമോട്ടീവ്സ് ഉണ്ട്, ബിവറേജസ് ഉണ്ട്, സിമെന്റ് ഉണ്ട്, റബ്ബർ ആൻഡ് ടയർ ഉണ്ട്. ദേ ആർ കാറ്ററിംഗ് ടു ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ശരിക്കും. അവരുടെ കീ ക്ലയൻസ് ആണ് ശരി. ഇത് നമ്മൾ ക്ലയന്റിലെ കാണുമ്പോൾ തന്നെ ഒരു കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ആശീർവാദ് ഉണ്ട്, കോൾഗേറ്റ് ഉണ്ട്, ഗ്ലെൻമാർക്ക് ഉണ്ട്, സിപ്ല, ഗോദ്രേജ്, ഓൾ ടോപ്പ് ക്ലയൻസ് ആണ്. ആദിത്യ ബിർള, ഹിൻഡാൽകോ, ഗ്രീൻ പ്ലൈ, ഇന്ത്യൻ ഓയിൽ, കാഡ്ബറീസ്, മാരിക്കോ, പാർലെ, ആങ്കർ, ജിൻഡാൽ, ബ്രിട്ടാനിയ, ITC, അരിസ്റ്റോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. എല്ലാം ടോപ്പ് കമ്പനീസ് ആണ് അവരുടെ ക്ലയൻസ് ആയിട്ടുള്ളത് ശരിക്കും. ആൻഡ് അവർക്ക് ടോപ്പ് 2 ഫാക്ടറീസ് ആണുള്ളത്. നൽഗാർ എന്ന് പറയുന്ന ഫാക്ടറിയിൽ 30,000 സ്ക്വയർ ഫീറ്റ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉള്ള ഒരു ഫാക്ടറിയാണ്. അവിടെയാണ് ഇഞ്ചറ്റ് പ്രിന്ററും ബാക്കിയുള്ള ലാർജ് ക്യാരക്ടർ പ്രിന്ററൊക്കെ അവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഗുവാഹട്ടിയിൽ ഒരു ഫാക്ടറി ഉണ്ട്, 70,000 സ്ക്വയർ ഫീറ്റ് ഫാക്ടറിയാണ് ഗുവാഹട്ടിയിലുള്ള ഫാക്ടറി. സിനോപ്സിസ് ഓഫ് ആനുവൽ പെർഫോമൻസ് ആണ്. 2018 മുതൽ 2023 വരെയുള്ള റവന്യൂ 1739 മില്യണിൽ നിന്നും 2,914 മില്യനായിട്ട് കുതിച്ചുയർന്നു ശരിക്കും. ഇടയ്ക്ക് കോവിഡ് എന്ന 2 കൊല്ലം കൂടെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ശരിക്കും. ഇത് കമ്പനിയുടെ ബേസിക് നട്ട്ഷെല്ലാണ്. ബേസിക് മാർക്കറ്റ് ക്യാപ്പ് കൊച്ചു കമ്പനി 1059 കോടിയുള്ളൂ മാർക്കറ്റ് ക്യാപ്പ് ശരിക്കും. സ്റ്റോക്ക് PE 20.2 എഗൻസ്റ്റ് ഇൻഡസ്ട്രി PE 16.4 ആണ്. ഇത്തവണ റിസൾട്ട് വന്നതിന് ശേഷം കമ്പനി ഒരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് മാത്രമാണ് സ്റ്റോക്ക് PE 20.2 ആയത് ശരിക്കും. മനസ്സിലായോ? പ്രൊമോട്ടർ ഹോൾഡിംഗ് ബെസ്റ്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. 50% മേളിലുണ്ട്. പ്ലഡ്ജറ്റ് പെർസെൻറ്റേജ് ഒന്നുമില്ല ശരിക്കും. ഡെപ്റ്റ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ഡെപ്റ്റേ ഉള്ളൂ, 5 കോടി ഡെപ്റ്റ് ഉള്ളൂ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വിത്തിൻ കൺട്രോളിൽ കിടക്കുന്ന കമ്പനിയാണ് ശരിക്കും. അവിടെ P&L കൊണ്ട് നോക്കുക. ഇതിൻ്റെ ബെസ്റ്റ് ഫാക്ടർ എന്താണെന്ന് നോക്കൂ നിങ്ങൾ. 2018 174 കോടി റവന്യൂ, അത് 175 കോടിയായി, പിന്നെ 195 കോടിയായി. ആനുവലാണ് പറയുന്നത്. പിന്നെ 204 കോടിയായി, 256 കോടിയായി, 304 കോടിയായി. കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നോക്കണം. ഈ ലെവലിൽ നിന്നും ശരിക്കും 2012 പോലെ റവന്യൂ എല്ലാ കൊല്ലം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരൊറ്റ കൊല്ലം പോലും റവന്യൂ മോശമായിട്ടില്ല കമ്പനിയുടെ ശരിക്കും. ആൻഡ് കഴിഞ്ഞ ഓപ്പറേറ്റീവ് പെർഫോമൻസ് ഒക്കെ 5 കൊല്ലത്തെ 40 കോടി, 46 കോടി, 50 കോടി, 59 കോടി ആൻഡ് ലേറ്റസ്റ്റ് 76 കോടി. ആൻഡ് OPM പെർസെൻറ്റേജ് നോക്കാൻ നേരത്തെ 23%, 24%, 24%, 23%, വീണ്ടും 25% ശരിക്കും. ആൻഡ് കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് TTM, ഇത് സ്ക്രീനിൽ TTM വരെ വന്നിട്ടുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് അപ്ഡേറ്റ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ട്രെയിലിംഗ് 12 months ആണ് കാണിക്കുന്നത്. ഇപ്പോഴും 19% ആണ് ബെസ്റ്റ് ഇൻ ദി ക്ലാസ് 10 കൊല്ലത്തിൽ. ആൻഡ് TTM പ്രോഫിറ്റ് പാർട്ട് ബെസ്റ്റ് ഇൻ ദി ക്ലാസ് 40%. ആൻഡ് ബാലൻസ് ഷീറ്റ് നോക്കൂ, വൺ ഓഫ് ദി ബെസ്റ്റ് ബാലൻസ് ഷീറ്റ് ആണ്. റിസർവ് 241 കോടിയിൽ നിന്നും 278 കോടിയായി. ബോറോയിൻസ് 4 കോടി എന്നുള്ളത് ഹാർഡ്ലി 6 കോടി ആയിട്ടുള്ളൂ ശരിക്കും. വൺ ഓഫ് ദി ബെസ്റ്റ് ബാലൻസ് ഷീറ്റ് മാനേജ്മെന്റ് ആണ് കമ്പനി ചെയ്തിരിക്കുന്നത് ശരിക്കും. ആൻഡ് ക്യാഷ് ഫ്ലോ വൺ ഓഫ് ദി ബെസ്റ്റ്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടർ. അത് 49 കോടിയിൽ നിന്നും 55 കോടിയായി. കഴിഞ്ഞ എല്ലാ കൊല്ലം നോക്കണം. 2018 14 കോടി, 19 34 കോടി, 20 31 കോടി, 31, 38 എന്ന് പറയുന്ന കോവിഡിന്റെ പീക്ക് ടൈമിലാണ്. മാർച്ചിൽ 2021 38 കോടി, അത് 49 കോടിയായി, അത് 55 കോടിയായി ശരിക്കും. ആൻഡ് അവരെങ്ങനെയാണ് വേ ഫോർവേഡ്, അവരുടെ പ്ലാൻസിൽ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പ്ലാൻസ് ആണ് കമ്പനി പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റർ പ്രസന്റേഷനിൽ. നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിച്ചു നോക്കുക. ഈ കമ്പനിയുടെ ബാക്കിയുള്ള ഫണ്ടാസ് കൂടുതലായിട്ട് കമ്പനി അറിയാനായിട്ട് കമ്പനി വെബ്സൈറ്റ് എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ മനസ്സിലാക്കുക ശരിക്കും. അടുത്ത കമ്പനി LG എക്യുപ്മെന്റ്സ് എന്നുള്ള കമ്പനിയാണ്. ഇത് ബേസിക്കലി ഒരു സ്മോൾ ക്യാപ്പ് എന്ന് പറയാൻ പറ്റിയ കാര്യം, സ്മോൾ ക്യാപ്പിൽ നിന്നും പ്രൈസ് ഷൂട്ടപ്പ് ചെയ്തതോടുകൂടി മാർക്കറ്റ് ക്യാപ്പ് ഒരു 15,000 കോടിക്ക് മുകളിലേക്ക് കടന്നു കഴിഞ്ഞു. ശരിക്കും ഒരു മിഡ് ക്യാപ്പിലേക്ക് കയറി എന്ന് വേണമെങ്കിൽ നമുക്ക് സമർത്ഥിക്കാം ശരിക്കും. ഗ്ലോബൽ പ്രസൻസ് ആയിട്ടുള്ള കമ്പനിയാണ് LG എക്യുപ്മെന്റ്. നോക്കണം, 120 കൺട്രിയിലാണ് അവരുടെ പ്രസൻസ് ശരിക്കും. 120 countries plus where LG does business. 28 countries with the direct presence. 3 countries with the manufacturing presence. എത്ര കൊച്ചു കമ്പനികളാണെന്ന് അറിയാവോ ഇന്ത്യൻ MNCs ആയിട്ട് അക്രോസ് വേൾഡ് വർക്ക് ചെയ്യുന്നത് ശരിക്കും. ക്വിക്ക് ഫാക്ട്സ് ആണ്, 400 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേൾഡ് വൈഡ് ഉണ്ട്. 2,000 എംപ്ലോയീസ് ആണ് വേൾഡ് വൈഡ്. 2 million compressors ആണ്. AC compressing ആണ് ബേസിക്കലി അവർ ചെയ്യുന്നത്. 5 million square feet ഫ്യൂച്ചർ റെഡി മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി. ആനുവൽ റവന്യൂ എന്ന് പറയുന്നത് 303 മില്യൺ ആണ് US$. ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഫുട് പ്രിന്റ് 5+ million square feet of future ready manufacturing facility.
ഗ്ലോബൽ മാനുഫാക്ചർ ഫുട് പ്രിന്റിലുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ കാണിച്ചിട്ടുണ്ട്. അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ആയിട്ടുള്ള അവരുടെ എക്സ്പെർട്ടൈസ് ആണ് കോംപ്ലക്സ് കാസ്റ്റിംഗ്, പ്രിസിഷൻ മെഷീനിങ്, എഫിഷ്യന്റ് ഡ്രൈവ്സ്, സെക്യൂർലി വെൽഡഡ്, ക്വാളിറ്റി അഷ്വേർഡ് ആണ്, എഫിഷ്യന്റ് സൊല്യൂഷൻസ് ആണ് അവർക്കുള്ളത് ശരിക്കും. ആൻഡ് LG എക്യുപ്മെന്റ് നോക്കൂ, മാർക്കറ്റ് ക്യാപ്പ് ഈ അടുത്ത കാലത്ത് മാർക്കറ്റ് ക്യാപ്പ് കൂടിയത് പ്രത്യേകിച്ച് റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ട് ആയിരുന്നു. നാച്ചുറലി മാർക്കറ്റ് ക്യാപ്പ് കൂടുമല്ലോ പ്രൈസ് കൂടുമ്പോൾ. അങ്ങനെയാണ് 15,000 മുകളിലേക്ക് വളരെ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്തു പോയത്. അതുകൊണ്ട് തന്നെ PE സ്ലൈറ്റ്ലി ഇൻഡസ്ട്രി PE ആയിട്ട് നോക്കാൻ നേരത്ത് ഈ അടുത്ത കാലത്ത് സ്ട്രെച്ചഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കമ്പനികളും മാർക്കറ്റ് ടോപ്പിലായതുകൊണ്ടും ഒരുമാതിരിപ്പെട്ട കമ്പനികളിലൊക്കെ PE കൂടി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്റ്റോക്ക് PE 47 വേഴ്സസ് ഇൻഡസ്ട്രി PE 38.2 ആണ്. ഹാർഡ്ലി ചെറിയ സ്ട്രെച്ചിങ്ങേ വന്നിട്ടുള്ളൂ. ഹാർഡ്ലി ഒരു എന്താ പറയേണ്ടത് ഒരു 20% സ്ട്രെച്ചിങ്ങേ വന്നിട്ടുള്ളൂ ശരിക്കും. ആൻഡ് എക്സലന്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 31%, ROE 30.8% ശരിക്കും. ഡെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഡെപ്റ്റേ ഉള്ളൂ, 577 കോടിയേ ഉള്ളൂ ഇത്രയും വലിയൊരു കമ്പനിക്ക്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.42 ഉള്ളൂ ശരിക്കും. ആൻഡ് സി എന്താ പറയുക റവന്യൂ പാട് നോക്കുക. 2019 1863 കോടി, അത് 2020 1829 കോടി, 1,829 ക്രോസ്. ഹാർഡ്ലി ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ. അടുത്ത 3 കൊല്ലം നോക്കുക 1924, 2525, 3041. എന്താ ഗ്രോത്ത് കൊടുക്കുകയും നോക്കുക. കഴിഞ്ഞ 5 ഇയർ ഗ്രോത്ത് ആവറേജ് നോക്കാൻ നേരത്ത് വൺ ഓഫ് ദ ഫാന്റാസ്റ്റിക് ഗ്രോത്ത് കൊടുത്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 194, 138, 217, 296, 433. And OPM percentage 10%, 8%, 11%, 12% and 14%. And cash flow കഴിഞ്ഞ 5 കൊല്ലത്തെ ക്യാഷ് ഫ്ലോ നോക്കാം. 172 കോടി, 35, 240, 69, 166 ശരിക്കും. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരിക്കും. നെക്സ്റ്റ് കമ്പനി ജാഷ് എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും. ജാഷ് 5 മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉള്ള കമ്പനിയാണ്. 950 എംപ്ലോയീസ് ആണ്. 415.2 കോടിയാണ് കൺസോളിഡേറ്റഡ് സെയിൽ 2022-23. 45 കൺട്രിയിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. ഇന്ത്യൻ മൾട്ടിനാഷണൽ, അടുത്തൊരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ആണ് ശരിക്കും. 350+ ഇയേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് ശരിക്കും ജാഷ്. ആൻഡ് പ്രൊഡക്റ്റ് അറ്റ് എ ഗ്ലാൻസ് വാട്ടർ ഇൻടേക്ക് സിസ്റ്റംസ് ആണ്, ഹെവി ഫാബ്രിക്കേറ്റഡ് ഗേറ്റ്സ് ആണ്, കുറേ സ്ക്രീനിങ് എക്യുപ്മെന്റ് ആണ്, ഫൈൻ സ്ക്രീനിങ് എക്യുപ്മെന്റ് ആണ്, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ മാനുഫാക്ചറിങ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ശരിക്കും. സ്ക്രീനിങ് കൺവേയിങ് എക്യുപ്മെന്റ് ആണ്, ഹെവി ഫാബ്രിക്കേറ്റഡ് ഗേറ്റ്സ് ആണ്, നൈഫ് ഗേറ്റ് വാൾസ് ആണ്. സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്ട്സ് ആണുള്ളത് ശരിക്കും. ആൻഡ് പ്രോസസ് എക്യുപ്മെന്റ്, ഹൈഡ്രോ പവർ എക്യുപ്മെന്റ്, സ്ക്രൂ പമ്പ്സ്, ഫിൽറ്ററിംഗ് എക്യുപ്മെന്റ്. ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് വാട്ടർ ഇൻടേക്ക് സിസ്റ്റംസിലാണ്, സ്റ്റോം വാട്ടർ പമ്പിംഗ് സ്റ്റേഷൻസിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇറിഗേഷനിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റീൽ പ്ലാന്റ്സിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, പെട്രോ കെമിക്കൽസ് ആപ്ലിക്കേഷൻ ഉണ്ട്, പേപ്പർ ആൻഡ് പൾപ്പോഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, ആൻഡ് പവർ പ്ലാന്റ്സ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉള്ള സാധനങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത്. ആൻഡ് മേക്കിംഗ് ദി വേൾഡ് അവർ മാർക്കറ്റ്. ഓക്കെ, കാനഡ, USA, നോർവേ, സ്വീഡൻ, UK, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജോർദാൻ. See, they have got presence in US and Europe and across Asia actually ശരിക്കും. യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക 4 year 2023 19.71 ക്രോസ് ആണ് ശരിക്കും റിട്ടേൺ വന്നത്. USA 159.68 ക്രോസ്, മിഡിൽ ഈസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് 4.12, and India contributed 193.06 and Far East contributed 25.42 ശരിക്കും. ആൻഡ് ക്ലൈൻസ്, ഇന്ത്യൻ ക്ലൈൻസ് NTPC, BHEL, റിലയൻസ്, അഡാനി, വാബാക്, സെയിൽ, NCC. That's so many clients actually. എല്ലാ ടോപ്പ് ക്ലൈൻസ് ആണുള്ളത് ശരിക്കും. ആൻഡ് ദേ ഗോട്ട് ഇന്റർനാഷണൽ ക്ലൈൻസ് നോക്ക്. ഓൾ ടോപ്പ് ഇന്റർനാഷണൽ ക്ലൈൻസ് ഇവർ ഈ കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. എല്ലാ ഒരുമാതിരിപ്പെട്ട വേൾഡ്സ് ഫേമസ് ഇന്റർനാഷണൽ ക്ലയൻസിനൊക്കെ ഇവർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശരിക്കും. കൺസോളിഡേറ്റഡ് ഓർഡർ ബുക്ക് as on 1st May. ഇതൊക്കെ വളരെ ക്രിട്ടിക്കലാണ് നമ്മളെ സംബന്ധിച്ച് ഏണിംഗ് വിസിബിലിറ്റി ഉള്ള കമ്പനി നമ്മളെ വളരെ എന്താ പറയണ്ടേ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. സോ ഇതൊക്കെ ജാഷ് US എന്നൊക്കെ പറയുന്നത് ജാഷ് എഞ്ചിനീയറിംഗിന്റെ സബ്സിഡറീസ് ആണ് ശരിക്കും. ശിവപാത് എഞ്ചിനീയറിംഗ് എന്നൊരു സബ്സിഡറി ആണ് ശരിക്കും. ഇന്ത്യക്കകത്ത് ഓർഡർ ബുക്ക് കൺസോളിഡേറ്റഡ് 195 CR ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ 443 CR ആണ് ശരിക്കും. കമ്പനി ഓർഡർ ബുക്ക് 638 കോടിയാണ് ശരിക്കും. ഓൾറെഡി നെഗോഷിയേറ്റഡ് വിത്തിൻ ഇന്ത്യ 45 crores, ഔട്ട്സൈഡ് 10 CR, കമ്പൈൻ 55. അണ്ടർ നെഗോഷിയേഷൻ പൈപ്പ് ലൈൻ ആണ് 22 കോടി, 38 കോടി, 60 crores. ആൻഡ് കൺസോളിഡേറ്റഡ് സെയിൽസ് ഔട്ട്ലുക്ക് ശരിക്കും ജാഷിന്റെയും സബ്സിഡറി കമ്പനികളുടെയും സെയിൽസ് ഔട്ട്ലുക്ക് ആണ് 2023-24 അവരുടെ പ്ലാൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഹൈലൈറ്റ്സ് ആക്ച്വലി അവരുടെ ലാൻഡ് അക്വയർ ചെയ്തു US ഫോർ സെറ്റിംഗ് അപ്പ് ന്യൂ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇൻ പേർലാൻഡ്, ടെക്സാസ്, USA. പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ട് ഈ കമ്പനിക്ക്. ഒരു ജർമ്മൻ കമ്പനിയായിട്ട് ഒരു ജോയിന്റ് വെഞ്ചറിലായിട്ട്
അവർ 2023 സെപ്റ്റംബറിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ജാഷ് ഇൻവെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിലാണ് അതൊരു സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും. അതുപോലെ തന്നെ അവർ UK വാട്ടർ ഫ്രണ്ട് ഫ്ലൂയിഡ് കൺട്രോൾസ് എന്ന കമ്പനി അവർ ടേക്ക് ഓവർ ചെയ്തു. 80% ഷെയർ ടേക്ക് ഓവർ ചെയ്തു ശരിക്കും. ഡീൽ വിൽ ബി എക്സിക്യൂട്ടഡ് ഇൻ Q2 2023-24 ശരിക്കും. അല്ല, ബ്യൂട്ടിഫുൾ ഡെവലപ്മെന്റ്സ് ആണല്ലേ. കാര്യം ഇന്ത്യൻ കൊച്ചു കമ്പനികൾ വേൾഡിൽ പോയിട്ട് വേൾഡ് കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്ന വെച്ചാൽ അത് അവരുടെ മാനേജ്മെന്റ് വിഷൻ, മാനേജ്മെന്റിന്റെ ആ ക്ലാരിറ്റി, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി, അവരുടെ കഴിവ്, ഇതിനെയൊക്കെ കാണിക്കുന്ന വലിയ ഫാക്ടേഴ്സ് ആണ് ശരിക്കും. ആൻപിയാനിലെ കൊണ്ട് നോക്കൂ നിങ്ങൾ. മാർച്ച് 2019 248 കോടി റവന്യൂ, 278, 299, 368, 402. See the sales improve. ശരിക്കും നോക്കിയാൽ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുക, 82 കോടിയിൽ നിന്നാണ് സെയിൽസ് കൂടി 402 കോടിയായിട്ടും വന്നത് ശരിക്കും. നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 23 കോടി, 38 കോടി, 52 കോടി, 47 കോടി. ഈ 47 കോടി വന്ന 5 കോടി താന്ന സമയത്ത് പോലും സെയിൽസ് താന്നിട്ടില്ല. എക്സ്പെൻസ് കൂടിയുണ്ടാണ്. എക്സ്പെൻസ് കൂടാൻ കാര്യം എന്താ? അക്രോസ് വേൾഡ് ഇൻഫ്ലേഷൻ കൂടിയ ഒരു സമയത്ത് കൂടെ കടന്നുപോയത് കൊണ്ടാണ് എക്സ്പെൻസ് കൂടാൻ കാര്യം. എന്നിട്ട് പോലും അവർക്ക് ഡീസെന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ഈ കൊല്ലം 64 crores ആക്ച്വലി. ആൻഡ് സി ദി OPM percentage 9%, 14%, 17%, 13% and 16%. See the balance sheet management. Reserve 175 crores നിന്നും 227 crores and borrowings same stable borrowings ആണ് ശരിക്കും. See the cash flow 18 കോടി, 35 കോടി, 14 കോടി, 34 കോടി ശരിക്കും. വളരെ സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഈ കമ്പനികൾ എന്ന് പറയുന്നത് നമ്മുടെ നാളത്തെ പ്രതീക്ഷകളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ പെർഫോമൻസിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല ശരിക്കും. പക്ഷേ നമുക്ക് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനത്തെ കമ്പനികൾ വളരട്ടെ, വലിയ കമ്പനികളായിട്ട് മാറട്ടെ എന്നുള്ള നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ പ്രാർത്ഥനകളും തീർച്ചയായുമാണ് ശരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എടുത്തു പറയുന്നു, ഈ വീഡിയോ നിങ്ങൾ ഒരു റെക്കമെൻഡേഷൻ എടുക്കാനേ പാടില്ല. ഈ 3 സ്റ്റോക്കുകളും എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ പെർഫോമൻസിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല ശരിക്കും. പക്ഷേ ഇതൊക്കെ കുറേ ചലഞ്ചസ് കഴിഞ്ഞ 5 കൊല്ലത്തിൽ വന്ന എൻവയറമെൻ്റൽ ചലഞ്ചസ്, എപ്പിഡമിക്സ് ചലഞ്ചസ് എല്ലാം ഓവർക്ക് ചെയ്ത് വന്ന സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ ശരിക്ക് അതിൻ്റെ പെർഫോമൻസ് ഈ സോഫാർ നല്ലതായിരുന്നു ശരിക്കും. ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം, പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് കാണാം ശരിക്കും. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.